മതി മതി. രാജശേഖരം കൂട്ടി ചുരുട്ടുവലിയും റമ്മുകൂടിയും കല്യാണത്തോടെ നിർത്തിയത് ചിറ്റപ്പന് വലിയ ഒരടിയായിപ്പ്. അതുകൊണ്ട് ഇപ്പൊ പഴയ രുചിയില്ല. അങ്ങാടി തോറ്റ അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്തിനാ അമ്മാവ ഈ ചിറ്റപ്പന്റെ മേൽ ചാടിക്കയറണേ? എന്റെ കോട്ട കൂനൂര് ചെല്ലുമ്പോ എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഏതായാലും സൂസനെ സമ്മതിച്ചിരിക്കുന്നു. രാജശേഖരൻ കുട്ടിയെ കൊണ്ട് എല്ലാം നിർത്തിച്ചല്ലോ. അതല്ലേലും നസ്രാണി പെമ്പിള്ളേർക്ക് ഭർത്താക്കന്മാരെ ചൊൽപ്പടിക്ക് നിർത്താൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാ. അയ്യോ, പ്രത്യേക കഴിവുകളൊന്നും ഇല്ലാത്ത പാവങ്ങള്. ഭർത്താക്കന്മാർക്ക് ഇത്തിരി മൂത്രം ഒഴിക്കണമെങ്കിൽ അച്ചിമാരുടെ സമ്മതം വേണം. അല്ല, ഈ തമാശ കേട്ടിട്ട് ആർക്കും ചിരി വരുന്നില്ലേ? വേണ്ട, ഞാൻ തന്നെ ചിരിച്ചോളാം. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് വർഷം ഒന്നായില്ലേ? വിശേഷമൊന്നുമില്ലേ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ഒരു ഫാഷനാ. അത് ചെറുപ്പക്കാർക്കല്ലേ. ഇനി നിങ്ങൾ വെച്ച് താമസിപ്പിച്ച അവസാനം കിട്ടാണ്ടാവും. പറഞ്ഞേക്കാം. കുട്ടികളില്ലാന്ന് വെച്ചിട്ട് അത് വലിയ ദോഷമുള്ള കാര്യമൊന്നുമല്ല. ഇനി ധാരാളം സമയമുണ്ട്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, ഉണ്ണ ഉറങ്ങുക, ഉണ്ണ ഉറങ്ങുക, ഉണ്ണികളെ സൃഷ്ടിക്കുക. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ലോക സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. ദേ, ഇതിന് ഇത്തിരി എടുത്തുള്ള ചവച്ചേൻ ആ ദുഷ്ടിന്റെ ഒന്ന് മാറട്ടെ. ഇത്തിരി അമ്മായിക്കും കൊടുക്കുക. ഇത് ചിറ്റപ്പൻ പഴയ ഫോട്ടോയാ. ധാരാന്നറിയോ? ആരാ? അറിയില്ല. ചേച്ചി കൊള്ളിച്ചെങ്ക് പറഞ്ഞത് ഏതായാലും നന്നായി. അവളെ കണ്ടാൽ അറിയില്ലേ അവളിനി പ്രസവിക്കില്ലാന്ന്. അതിന് ഗർഭപാത്രം ഉണ്ടായിട്ട് വേണ്ടേ പ്രസവിക്കാൻ. ഇവറ്റോളൊക്കെ പലതും കഴിഞ്ഞ് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടല്ലേ കെട്ടുന്നത്. ഏതായാലും നമ്മുടെ രാജശേഖരൻ കുട്ടി അവസാനമായി കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് അബദ്ധമായി പോയല്ലോ എന്റെ ഈശ്വര. നേഴ്സാണെന്ന് കേട്ടപ്പോഴേ ഞാൻ നിരീക്ഷിച്ചതാ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന. സാരമില്ല, ഇതൊന്നും കേട്ടതായിട്ട് ഭാവിക്കണ്ട. ഇതുങ്ങളൊക്കെ ഇങ്ങനെയാ. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നാളെ തന്നെ കൂനൂർക്ക് മടങ്ങാം. രണ്ടും മര്യാദയ്ക്ക് സംസാരിച്ചോണം. നേരത്തെ ഞാനൊന്നും പറയാതിരുന്നത് പോട്ടേന്ന് കരുതിയ. മൂത്തമ്മായിയുടെ മൂത്തമ്മ അമേരിക്കയിൽ നിന്നൊരു മദാമയല്ലേ കേട്ടിരിക്കണേ. മദാമയൻ നേഴ്സാണെന്നാണല്ലോ കേട്ടത്. ചെറിയമ്മായിയുടെ വീട്ടിലൊരെണ്ണം ഡൈവോഴ്സായി നിൽപ്പില്ലേ. പറയാനാണെങ്കിൽ ഇനിയുണ്ട് ഒരുപാട് കഥകള്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ആ, സാവിത്രിയും രുക്മിണിയും വന്ന് കരച്ചിലായിരുന്നു. നീ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞു. അമ്മ അവരെന്താ പറഞ്ഞെന്നറിയോ? അതൊക്കെ ശരിയായിരിക്കും. നീ അന്യജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ തന്നെ ഈ കുടുംബത്തിന്റെ മാനം പോയി. എല്ലാവരുടെ മുമ്പിലും ഒന്ന് തോറ്റു. രണ്ടാമതും തോൽപ്പിക്കരുത്. ഇനി സമയം കളയാണ്ട് വല്ല ഡോക്ടർമാരെയോ മറ്റോ കാണിക്കുക. കുടുംബം അന്യം നിന്ന് പോണത് മാത്രമാണോ? ഉള്ള സ്വത്ത് മുഴുവൻ കൊത്തിപ്പറിക്കാനാ എല്ലാരും കാത്തു നിൽക്കണമെന്ന് ഓർമ്മ വേണം. ഏതാണ്ട് ഒരു തെരുവ് വേശിയെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പ്രതീതിയാ ഇപ്പോഴും തറവാട്ടിൽ. ഇനി അങ്ങോട്ടേക്കില്ല. അഥവാ പോകുന്നെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിട്ടേ ഉള്ളൂ. ഇക്കാലത്ത് ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. ഡോക്ടർ രാജലക്ഷ്മി എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ദ ബെസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ഇൻ ടൗൺ. ഞാൻ വിളിച്ചു പറയാം, രണ്ടുപേരും കൂടി ഒന്ന് കാണും. ദാറ്റ്സ് ഓൾ. രണ്ടുപേരും നോർമലാണ്. വളരെ റെയർ ആണെങ്കിലും നോർമലായ ദമ്പതിമാരിൽ കുട്ടികൾ ഉണ്ടാവാത്ത ഒരവസ്ഥയുണ്ട്. 10-15 വർഷങ്ങൾ കാത്തിരുന്നിട്ട് കുട്ടികളുണ്ടായി എത്രയോ കേസുകളുണ്ട്. പിന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. കുറച്ചുകൂടി നോക്കിയിട്ട് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ട്രൈ ചെയ്യാം. പിന്നെ റിപ്പീറ്റഡ് ആയി അബോർഷൻസ് നടത്തിയിട്ടുള്ള സ്ത്രീകളിൽ ഇങ്ങനെ ധാരാളം കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹിസ്റ്ററി സൂസനിക്കില്ലല്ലോ. എനിവേ, തൽക്കാലം സൂസനിക്ക് ഞാനൊരു മരുന്ന് കുറിച്ചു തരാം. അത് കഴിക്കുക. Then let us wait and see. കേട്ടോ മേറെ, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. എന്റെ മോള് സൂസന്ന കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണായതുകൊണ്ട് അവള് ജോലി ചെയ്തിട്ടുള്ള എല്ലാ ക്യാമ്പുകളിലും
ലെഫ്റ്റനന്റ് മുതല് കേണലന്മാര് വരെ ആലോചനയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോ ഈ ആലോചനക്കാരൊന്നും തിരിച്ചു വന്നിട്ടുമില്ല. അതുകൊണ്ട് പറയുന്നതാ. ഒരുപാട് ബാരക്കുകൾക്ക് അരങ്ങേറിച്ചു വന്ന പഴഞ്ചരക്കിനെ തന്നെ തലയിൽ വെച്ചു കൊടുക്കാൻ ധൈര്യമുണ്ടായെന്ന് പറയുകയായിരുന്നു. അതിന് ഗർഭപാത്രം ഉണ്ടായിട്ട് വേണ്ട പ്രസവിക്കാൻ. ഇവറ്റോളൊക്കെ പലതും കഴിഞ്ഞ് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടല്ലേ കെട്ടുന്നത്. നീ അന്യജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ തന്നെ ഈ കുടുംബത്തിന്റെ മാനം പോയി. എല്ലാവരുടെ മുമ്പിലും ഒന്ന് തോറ്റു. രണ്ടാമതും തോൽപ്പിക്കരുത്. റിപ്പീറ്റഡായി അബോർഷൻസ് നടത്തിയിട്ടുള്ള സ്ത്രീകളിൽ ഇങ്ങനെ ധാരാളം കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹിസ്റ്ററി സൂസനിക്കില്ലല്ലോ. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടാവാനേ വഴിയുള്ളൂ. ഗുഡ് ഈവനിങ് മേജർ സാർ. ഗുഡ് ഈവനിങ്. എന്തു പറ്റി? ഒരു ചെറിയ മിസ്സിംഗ്. ശരിയായി. സൂസനയ്ക്ക് വിശേഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഏതായാലും സൂസന ഭാഗ്യവതിയാ. സാധാരണ ഞങ്ങൾ നേഴ്സുമാർ ഓഫീസേഴ്സിനെ ആഗ്രഹിക്കും. അതിനായി പലതും കാഴ്ചവെക്കേണ്ടി വരികയും ചെയ്യും. അവസാനം സാധാ വല്ലവരും കെട്ടി സംതൃപ്തിപ്പെടേണ്ടി വരും. പക്ഷെ സൂസനെ പുളിങ്ങമ്മ നോക്കി തന്നെ പിടിക്കുകയും ചെയ്തു, കെട്ടുകയും ചെയ്തു. എന്നാ ഞാൻ പോട്ടെ. ചോദിച്ചായി പറഞ്ഞേക്ക്. രാജേട്ടാ, ഇത് അപ്പന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാ. മേജർ ഡിക്രൂസ്. ഹലോ. ഞാനും ആലപ്പുഴക്കാരനാ. ഞങ്ങൾ അംബാല ക്യാമ്പിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ വളരെ അടുപ്പമായിരുന്നു. ദിവസവും വൈകുന്നേരം ഫെർണാണ്ടസുമായിട്ടായിരുന്നു കൂടൽ. ഫെർണാണ്ടസിനെ കണ്ടപ്പോൾ അറിഞ്ഞു സൂസനയുടെ വിവാഹം കഴിഞ്ഞു എന്ന്. എന്നാ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. യു ആർ വെൽക്കം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് യു. ഞാനിപ്പോൾ ജയ്പൂർ ക്യാമ്പിലാ. ഇന്ന് തന്നെ പോകണം. ഞാൻ ഇറങ്ങട്ടെ. സീ യു അഗൈൻ. സീ യു. ഇയാൾ ആരാന്നാ പറഞ്ഞേ? അപ്പന്റെ വലിയ ഫ്രണ്ടായിരുന്നു. അംബാല ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇയാൾ ക്യാപ്റ്റനാ. എന്നും വീട്ടിൽ വരുമായിരുന്നു അപ്പനെ കാണാൻ. അപ്പന്റെ ഫ്രണ്ടോ? ട്രക്ക് ഡ്രൈവർക്ക് ക്യാപ്റ്റൻ കൂട്ടുകാരനോ? ഒരു കുപ്പി മദ്യമോ ഇത്തിരി കാശോ സമ്മാനിച്ചാൽ നിന്റെ വീട്ടിൽ പിന്നെ എന്തു ആവാലോ അല്ലേ? ആലപ്പുഴയിൽ താമസിക്കുന്ന കാലം തൊട്ടുള്ള പരിചയമായിരുന്നതുകൊണ്ട് റാങ്കൊന്നും നോക്കിയായിരുന്നില്ല അവരുടെ സ്നേഹബന്ധം. ഓഹോ, അപ്പൊ വളരെ പണ്ടേ ഉള്ള ബന്ധമാ. ബന്ധം പുതുക്കാൻ വന്നതായിരിക്കും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്നേഹവും ബന്ധവും പറഞ്ഞ് പണ്ട് ജോലി ചെയ്തിട്ടുള്ള ക്യാമ്പുകളിൽ നിന്നും ഇതുപോലെ ഓരോ അവന്മാർ എന്റെ വീട്ടിൽ വന്ന് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. സൂസന്നയ്ക്ക് വിശേഷമുണ്ടോന്നേ എല്ലാവർക്കും ചോദിക്കാനുള്ളൂ. സൂസന്നയ്ക്ക് എങ്ങനെ വിശേഷം ഉണ്ടാവാനാ? എന്റെ ചോദ്യം ഇപ്പൊ അതല്ല. ഇതിനു മുമ്പ് വിശേഷങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ്. ഡൽഹി, ആദംപൂർ, അംബാല, ബാംഗ്ലൂർ എന്ന് വേണ്ട ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട ബാരക്കുകളൊക്കെ ചുറ്റിയടിച്ചിങ്ങോട്ട് കെട്ടിയെടുത്തല്ലേ ദ ഗ്രേറ്റ് ട്രക്ക് ഡ്രൈവർ ഫെർണാണ്ടസിന്റെ മകൾ സൂസന്ന എന്ന സുന്ദരിയായ നഴ്സ്. ഇപ്പൊ അവളുടെ പഴയ കാമുകന്മാരും അന്വേഷിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. പട്ടാളക്കാരൻ എന്തും പിടിച്ചടക്കുന്നത് വരെ ഒരു ത്രില്ലാണ്. പിടിച്ചടക്കിയതിനു ശേഷം മഹത്വമില്ലെന്ന് മനസ്സിലായാൽ പിന്നെ എല്ലാം തരിശ് ഭൂമി പോലെ തോന്നും. അപ്പോഴും തോൽവി ഭൂമിക്ക് തന്നെ. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ യുദ്ധക്കളത്തിൽ നിന്ന് ദാഹജലം കണ്ട് ഓടിയെത്തുമ്പോ അത് വെറും മരീചികയായാൽ ആ ഭൂമിയെ ഏത് പട്ടാളക്കാരന് ശപിച്ചു പോവും. ഈ ശാപം പേടിച്ചു തന്നെയാണ് ഞാൻ ആദ്യമേ എല്ലാം തുറന്നു പറഞ്ഞതും എതിർത്തതും. പക്ഷെ ധൈര്യം കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു വലിയ വിശാലഹൃദയനായിരിക്കുമെന്ന്. ഇപ്പം മനസ്സിലായി. രാജേട്ടാ, എനിക്കൊന്നേ പറയാനുള്ളൂ. സൂസന്ന ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ മോശമായിരിക്കാം. ബട്ട് ഷീ ഈസ് എ പെർഫെക്റ്റ് വുമൺ, എ റെസ്പെക്ടബിൾ വുമൺ. ഈ പെൺവർഗത്തിന്റെ മഹത്വം നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ കണ്ടിട്ടുള്ളതിന്റെ 100 അംശം പോലും നീ കണ്ടിട്ടില്ലല്ലോ. അവിടെയാണോ എന്റെ കുഴപ്പം? രാജേട്ടന്റെ അബദ്ധ സഞ്ചാരത്തിന്റെ പാസ്റ്റ് ഇപ്പോഴും രാജേട്ടനെ വേട്ടയാടുകയാണ്. വിശുദ്ധിയുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഈ ലോകത്തുണ്ട് രാജേട്ട. സോറി, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ഏതായാലും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഒരു കണക്കിന് ആലോചിച്ച അവിടെ മാലാ കളിച്ചെന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. ഇനി ഇവിടെ നിന്നാൽ
ഞാൻ രാജേട്ടനേക്കാൾ ബോറിനാകും. ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. നേഴ്സിനെ പറ്റി പറഞ്ഞപ്പോ ഡോക്ടർക്ക് നോവുന്നു. വർഗസ്നേഹം. പൗലോസേ, ആ നീ പോയിക്കോ, ഞാൻ ഇനിയും ലേറ്റ് ആവും. ആ പാവം പെൺകൊച്ചിന്റെ ജീവിതം കൂടി ഇയാള് നശിപ്പിക്കും. എന്തിനാണ് മൂന്നേ? എന്റെ മുമ്പിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ കളിക്കല്ലേ? ഇനി നാടകമൊന്നും വേണ്ട, സത്യം പറഞ്ഞു. നീ എത്ര പ്രാവശ്യം അബോഷം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ നീ ഗർഭിണിയാകാത്തതും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തെങ്കിലും ക്ഷമിക്കാമായിരുന്നു. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിവില്ലാത്ത നിന്നെ ഭാര്യയായിട്ട് എനിക്ക് വേണ്ട. എനിക്കെല്ലാം തെറ്റായി പോയെന്ന് ബോധ്യമായി. ഒരിക്കലും ചേരാത്ത ബന്ധമായിരുന്നു ഇത്. തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. ഒരു മധ്യവയസ്കന്റെ ഇൻഫാക്ച്വേഷൻ. ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ഞാൻ എന്നോടും സൂസന്നയോടും കാണിക്കുന്നത് വഞ്ചനയായിരിക്കും. തുറന്നു പറയാം, എനിക്കിനി സൂസനെ സ്നേഹിക്കാൻ കഴിയില്ല. നിന്നെ സ്വന്തമാക്കാൻ എനിക്കൊരു വലിയ തുക കൊടുക്കേണ്ടി വന്നു. പലതും സഹിക്കേണ്ടിയും വന്നു. സാരമില്ല. ഇനി നിന്നെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ ഞാൻ എന്ത് നഷ്ടപരിഹാരമാണ് തരേണ്ടത്? മാസം തോറും നിന്റെ അപ്പന് ഞാൻ കൊടുക്കാറുള്ള ഒരു പിഴയുണ്ടല്ലോ, അതുൾപ്പെടെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. രാജേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ച അന്ന് മുതൽ രാജേട്ടൻ എനിക്ക് കാണപ്പെട്ട ദൈവമായിരുന്നു. അതിൽ കൂടുതൽ എങ്ങനെയാ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ അപ്പനും സഹോദരങ്ങൾക്കും ചെയ്യാവുന്നതെല്ലാം രാജേട്ടൻ ചെയ്തു കഴിഞ്ഞു. തിരിച്ചു തരാൻ നന്ദി മാത്രമേ എന്റെ കയ്യിലുള്ളൂ. നഷ്ടപരിഹാരം തന്ന് ഒഴിവാക്കാവുന്ന ഒരു ബന്ധമല്ല ഭാര്യ ഭർത്തൃബന്ധം. എനിക്കിനി രാജേട്ടന്റെ ഒരു ചില്ലി കാശ് പോലും വേണ്ട. ഒരിക്കലും രാജേട്ടന് ഞാനൊരു ഭാരമാവില്ല. സാർ, നാട്ടിലെ ചിറ്റപ്പന്റെ ഫോൺ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വളരെ സീരിയസ് ആണെന്ന് അറിയിച്ചു. രണ്ടുപേരോടും കൂടി ഉടനെ പുറപ്പെടാനും പറഞ്ഞു. കമാൻഡിംഗ് ഓഫീസറോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ലീവ് ആപ്ലിക്കേഷൻ സണ്ണി ഏൽപ്പിക്കണം. ജി സാർ. നീ സൂസനെയും കൊണ്ട് വരേണ്ടതായിരുന്നു. ബോധം വരുമ്പോഴൊക്കെ രാജൻ വന്നില്ലേ, ആ കുട്ടി വന്നില്ലേ, ഇതാ ചോദ്യം. ആ കൊണ്ടുവരാം. രാജ, അമ്മ വിളിക്കുന്നു. സൂസനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഇനി പറ്റുമോന്ന് തോന്നണില്ല. അളമാരുടെ താക്കോല എന്റെ മുത്തശ്ശിയുടെ കാലം തൊട്ടുള്ള ആഭരണങ്ങളുണ്ട് അതില്.
ഇനി അവളാ അതിന്റെ അവകാശി. ആദ്യമൊക്കെ എനിക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ മനസ്സിൽ മുഴുവനും അവളാ. നിനക്കറിയാമോ, എല്ലാ മാസവും ഒരു കത്തെങ്കിലും അവൾ എനിക്ക് എഴുതുമായിരുന്നു. നീ ഒരിക്കലും ആ കുട്ടിയെ വേദനിപ്പിക്കരുത്. ഐശ്വര്യമുള്ളവളാ, അവൾക്ക് നല്ലതേ വരൂ. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൾക്കുണ്ട്. ഹലോ, എന്താ സണ്ണി? വിളിക്കാം. പൂനൂരിന്ന് ഫോൺ. സണ്ണിയാ?